ട്രേഡിംഗിൽ വിജയിക്കാൻ മാർക്കറ്റിനെ തോൽപ്പിക്കണോ അതോ നമ്മളെ തന്നെയോ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ട്രേഡറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ്. വെറും ഒരു ചൂതാട്ടക്കാരന്റെ മാനസികാവസ്ഥയിൽ നിന്ന് തികച്ചും പ്രൊഫഷണലായ ഒരു ട്രേഡറായി എങ്ങനെ മാറാം? അതിനൊരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതൽ. നമ്മളിൽ പലരും വിചാരിക്കുന്നതെന്താ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റുമായിട്ടുള്ള ഒരു യുദ്ധമാണ്, അതിനെ തോൽപ്പിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്നൊക്കെയാണ്. പക്ഷെ സത്യമതല്ല. ശരിക്കുമുള്ള യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മളെല്ലാവരും ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഒരു സ്വപ്നമുണ്ടാകും, അല്ലേ? പെട്ടെന്ന് പണം സമ്പാദിക്കണം, വലിയ ലാഭം നേടണം. പക്ഷേ യാഥാർത്ഥ്യമെന്താണ്? നമ്മൾ പലപ്പോഴും വികാരങ്ങളുടെ ഒരു കെണിയിൽ പെട്ടുപോകും. അവിടെയാണ് തുടക്കക്കാർക്ക് അടിതെറ്റുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തുടക്കകാലത്തോടോ ഒരു സാമ്യം തോന്നുന്നുണ്ടാവും, അല്ലേ? ലാഭം കിട്ടുമ്പോൾ ഒരുതരം ഹീറോയിസം, നഷ്ടം വരുമ്പോൾ സ്വയം പഴിക്കൽ. ഈ ഒരു റോളർ കോസ്റ്റർ യാത്രയിലൂടെ കടന്നുപോകാത്ത തുടക്കക്കാർ വളരെ കുറവായിരിക്കും. ഈയൊരു സൈക്കിൾ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ആദ്യം നല്ല പ്രതീക്ഷയോടെ തുടങ്ങും, ഈ ട്രേഡ് ഉറപ്പായും വിജയിക്കും. ചെറിയൊരു ലാഭം കാണുമ്പോൾ അത്യാഗ്രഹം കൂടും. പിന്നെ മാർക്കറ്റൊന്ന് താഴേക്ക് പോകുമ്പോൾ പേടിയും പരിഭ്രാന്തിയും വരും. അവസാനം വലിയൊരു നഷ്ടത്തിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പുതിയ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയും, ഇല്ല, ഇപ്രാവശ്യം ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. പക്ഷെ മാർക്കറ്റൊന്ന് അനങ്ങുമ്പോഴേക്കും പഴയ പേടിയും പഴയ തെറ്റുകളും വീണ്ടും നമ്മുടെ മുന്നിലെത്തും. ഇതൊരു തരം ട്രാപ്പാണ്. അപ്പോൾ എവിടെയാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം? ഇവിടെയാണ് ആ വലിയ തിരിച്ചറിവ് വരുന്നത്. നമ്മുടെ പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതൊരു വെളിപാടാണ്. മാർക്കറ്റ് മോശമായതുകൊണ്ടോ ചാർട്ട് തെറ്റിയതുകൊണ്ടോ അല്ല എനിക്ക് നഷ്ടം വന്നത്. എന്റെ ചിന്താരീതിയായിരുന്നു പ്രശ്നം. മാർക്കറ്റിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി സ്വന്തം ചിന്തകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം, അവിടെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. അപ്പോ നമ്മൾ ശത്രു എന്ന് തെറ്റിദ്ധരിക്കുന്നത് ആരെയാണ്? മാർക്കറ്റ്, ചാർട്ടുകൾ, ചിലപ്പോൾ നമ്മുടെ ഭാഗ്യക്കേടിനെ വരെ. പക്ഷേ ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. യഥാർത്ഥ ശത്രു എവിടെയാണിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ ചിന്തകൾ, ശീലങ്ങൾ, പേടി, അത്യാഗ്രഹം, ഇവയാണ് യഥാർത്ഥ വില്ലന്മാർ. തുടർച്ചയായി നഷ്ടങ്ങൾ വരുമ്പോൾ ഏതൊരാളും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാനിങ്ങനെ തോൽക്കാനാണോ വിധി? ഈ ചോദ്യത്തിൽ നിന്നാണ് ഒരു യഥാർത്ഥ പരിഹാരത്തിനായുള്ള അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമെന്താണ്? വളരെ ലളിതമാണ്. വികാരങ്ങളെ മാറ്റി നിർത്തി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അച്ചടക്കത്തിലേക്കുള്ള പാത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എന്താണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതൊരു റൂൾ ബുക്കാണ്. എപ്പോൾ ഒരു ട്രേഡിൽ കയറണം, എപ്പോൾ ഇറങ്ങണം, എത്രമാത്രം നഷ്ടം സഹിക്കാൻ തയ്യാറാണ്, ഇതിനെല്ലാമുള്ള കൃത്യമായ നിയമങ്ങൾ. പിന്നെ വികാരങ്ങൾക്കവിടെ സ്ഥാനമില്ല, നിയമങ്ങൾക്കേ ഉള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം നമ്മളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഒന്നാമതായി, ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നില്ല. കാരണം റൂൾസൊക്കെ ഓൾറെഡി റെഡിയാണ്. രണ്ടാമത്, നഷ്ടം വന്നാൽ അത് കളിയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ നമ്മൾ പഠിക്കും. ഓരോ ട്രേഡും ജയിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കും. സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ടെൻഷൻ അതോടെ ഇല്ലാതാകും. സത്യം പറഞ്ഞാൽ കുറച്ചു പഠിച്ചാൽ ആർക്കും ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുള്ള നിയമങ്ങൾ എഴുതിയുണ്ടാക്കുന്നത് അത്ര വലിയൊരു മലയൊന്നുമല്ല. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി വരാനിരിക്കുന്നതേയുള്ളൂ. അതെ, ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മളുണ്ടാക്കിയ ആ സിസ്റ്റത്തിൽ 100% വിശ്വസിക്കുക. തുടർച്ചയായി 1-2 നഷ്ടങ്ങൾ വരുമ്പോൾ ആ വിശ്വാസം പരീക്ഷിക്കപ്പെടും. അപ്പോൾ ആ നിയമങ്ങൾ തെറ്റിച്ച് പഴയ വികാരങ്ങളിലേക്ക് തിരികെ പോകാനൊരു തോന്നലുണ്ടാവും. അതിനെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയം. ഈയൊരു ചിന്തയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളൊരു പ്രൊഫഷണലായി മാറുന്നത്. നിങ്ങളുടെ ജോലി മാർക്കറ്റിന്റെ ഓരോ ചലനവും പ്രവചിക്കുക എന്നതല്ല, മറിച്ച് നിങ്ങളുണ്ടാക്കിയ നിയമങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുക എന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ മാർക്കറ്റിൽ നിന്നും മാറി നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് വരും. ഈ യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഒരു ട്രേഡറുടെ മാനസികാവസ്ഥ പൂർണ്ണമായി മാറുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ? ഒരു തുടക്കക്കാരൻ എപ്പോഴും തന്റെ വികാരങ്ങളുടെ പിന്നാലെ ഓടുന്നു. സന്തോഷം, ദുഃഖം, ഭയം, അത്യാഗ്രഹം. പക്ഷെ ഒരു പ്രൊഫഷണലോ? അയാൾ തന്റെ സിസ്റ്റത്തെ, തന്റെ നിയമങ്ങളെ മാത്രം പിന്തുടരുന്നു. ഇതൊരു ഭയങ്കരമായ ചിന്തയാണ്, അല്ലേ? ജയവും തോൽവിയും നമ്മളിവിടെ പുനർനിർവചിക്കുകയാണ്. ഞാൻ എന്റെ നിയമങ്ങൾ തെറ്റിച്ചാൽ ലാഭം കിട്ടിയാൽ പോലും അതൊരു തോൽവിയാണ്. കാരണം അത് അച്ചടക്കമില്ലായ്മയാണ്. നേരെ മറിച്ച് നിയമം പാലിച്ചൊരു നഷ്ടം വന്നാലോ, അതാണ് യഥാർത്ഥ വിജയം. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ ഉറച്ചുനിന്നു. ഈ അച്ചടക്കം ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈകാരികമായ കയറ്റിറക്കങ്ങൾ ഇല്ലാതാകും. ഒരു വലിയ ലാഭം കിട്ടിയാൽ അഹങ്കാരം വരില്ല. നഷ്ടം വന്നാൽ തകർന്നുപോകില്ല.
നിങ്ങളുടെ വിലയിരുത്തൽ അന്നത്തെ ലാഭനഷ്ട കണക്കിലല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം അച്ചടക്കം പാലിച്ചു എന്നതിലാണ്. അപ്പോൾ പണം സ്വാഭാവികമായി നിങ്ങളെ തേടിവരും. അത് ഈ പ്രോസസ്സിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമായി മാറും. അവസാനം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും. ഈ സിസ്റ്റം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു സൂത്രവാക്യം മാത്രമല്ല, അതൊരു കണ്ണാടിയാണ്. സമ്മർദ്ദം വരുമ്പോൾ, പേടി തോന്നുമ്പോൾ, അത്യാഗ്രഹം കൂടുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആ സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം അവസാനം നമ്മൾ തിരിച്ചറിയുന്ന കാര്യമെന്താണ്? നമ്മുടെ ലക്ഷ്യം മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാന്നതായിരുന്നില്ല, ഒരിക്കലുമല്ല. ലക്ഷ്യം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാന്നതായിരുന്നു. മാർക്കറ്റ് അതിനൊരു വേദി ഒരുക്കി തന്നു എന്ന് മാത്രം. ഈ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരായി മാറും?